മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. ഇനി ഈ അവസ്ഥ ആർക്കും വരരുതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോഴത്തെ യൂത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ നോക്കിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുക. ചെയ്തോട്ടെ, അവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാനില്ല. എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം ഡോക്ടർ പറഞ്ഞത് എന്നെ കിട്ടില്ല എന്നാ. ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ കേട്ട് കാണും, കൊച്ചിയിൽ ഹെയർ പ്ലാന്റേഷൻ ചെയ്ത ആ ഒരു യുവാവിന്റെ സങ്കടകരമായ കാഴ്ച. നമ്മളിൽ എല്ലാവരിലുള്ള അവസ്ഥ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂനത കണ്ടാൽ ഫേസിലോ തലമ്മേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവയവങ്ങളിൽ എന്തിനൊക്കെ ചെറിയൊരു ന്യൂനത വരുമ്പത്തിന് ആധുനിക ടെക്നോളജിക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കിട്ടുമ്പത്തിന് അത് പോയി ചെയ്യുന്ന ഒരവസ്ഥ. പടച്ചോന് പടപ്പിന് തന്നൊരു സൃഷ്ടിപ്പിനുള്ള ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് ഏച്ചു കൂട്ടിയാലും അല്ലെങ്കിൽ എന്തായാലും മിനിക്കെടുത്താലും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ബാക്കി ഉണ്ടാവും. ആ യുവാവിൻ്റെ സങ്കടകരമായ വാക്കുകളൊന്ന് നിങ്ങൾ കേട്ട് നോക്കി. പ്രത്യേകിച്ച് യുവത്വത്തിലുള്ളവർ. ഞാനിപ്പോൾ ഒരു യുവാവാണ്, 24 ആണ് എൻ്റെ ഏജ്. അപ്പോൾ യുവത്വത്തിലുള്ള എല്ലാവരും ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി സീരിയസ് തന്നെ എടുത്തിട്ട് ഗൗരവത്തിൽ അത് കാണണമെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കാണ്. ഞാൻ അവിടെ ബാത്റൂം തുറന്നപ്പോൾ നേരെ മിറർ കണ്ടു അറിയാതെ. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ള ഒരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്നൊരു ഇത് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ്. ഞാൻ അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ് മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. പനമ്പിള്ളി നഗറി ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. അവർ ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു. സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് 13-ാം തീയതി മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ കണ്ടിന്യൂസ് 21 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരു 8ഓളം സർജറികൾ അന്ന് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും 5 സർജറി ചെയ്ത് 13 സർജറിയായി. നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പോൾ സ്കള്ളും അതിലത്തെ ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കാലുമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്തു നിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എങ്കിലും ഫുള്ള് കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈഡ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് വാക്യൂം അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ സർജിക്കൽ വൂണ്ടിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ഇതിനകത്ത് വേസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യും വാക്യൂം ചെയ്തിട്ട്. അപ്പോൾ ഈ വാക്യൂം വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട് ഈ മെഷീന് പൊക്കി പിടിച്ചുകൊണ്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും ബാത്റൂമിൽ പോകാനെല്ലാം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലൊരു അവസ്ഥ ഇനി ലോകത്തൊരാൾക്കും വരരുത്. ഇത് ജനങ്ങൾ അറിയണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ക്ലിനിക്കുകൾ വേണ്ടെന്ന് ഞാൻ പറയണം. ക്ലിനിക്കുകൾ വേണം, ബട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള ആളുകളുടെ ക്ലിനിക്കായിരിക്കണം.